ഏറ്റവും അധികം അംഗങ്ങളെ ലോക്സഭയിലേക്ക് എത്തിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച കണക്കാണ്. ബി.ജെ.പിക്ക് വലിയ നേട്ടം കൊയ്യാൻ സാധിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഉത്തർപ്രദേശ് സംശയം വേണ്ട, UP തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ള സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. അതോടൊപ്പം തന്നെ 20-ൽ കൂടുതൽ സീറ്റുകളുള്ള 5 സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. 10-ൽ കൂടുതൽ സീറ്റുകളുള്ള 10 സംസ്ഥാനങ്ങൾ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കണക്കിന്റെ പശ്ചാത്തലം പറയുന്നത്. അത് ഏതൊക്കെയെന്ന് കൂടി പ്രേക്ഷകരോട് വളരെ പെട്ടെന്ന് കിരൺ. അഭിലാഷ്, നമ്മൾ ഇലക്ഷന്റെ കണക്കുകൾ എപ്പോഴും പരിശോധിക്കുമ്പോൾ ഇലക്ഷനിൽ പ്രവചനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ സമ്പൂർണ്ണ വിജയം നേടിയാലും കേരളത്തിൽ നിന്ന് 20 സീറ്റിനപ്പുറത്തേക്ക് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു മുന്നണിക്കോ ഒന്നും ലഭിക്കാൻ സാധ്യമല്ല. 20 സീറ്റേ ഉള്ളൂ. പക്ഷേ UP-ൽ അതല്ല. UP-ൽ 80 സീറ്റുകളുണ്ട്. UP-ൽ കഴിഞ്ഞ തവണ ഒരു വലിയ വിജയമായിരുന്നു BJP നേടിയത്. അന്ന് 80 4 ഇരട്ടിയാണ്. 80 സീറ്റുകൾ. ഇന്ത്യയിൽ 80 സീറ്റ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ 48 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത്രത്തോളം ഇന്ത്യയെ ആര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് അയോധ്യ പ്രതിഷ്ഠയോട് കൂടി UP-ൽ ആ തരത്തിലേക്കുള്ള യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആ തരത്തിലേക്കുള്ള പലതരത്തിൽ BJP-ക്ക് അനുകൂലമായ ഒരു കാലഘട്ടത്തിൽ UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം എന്നായിരുന്നല്ലോ പറയാറ്. കോൺഗ്രസ് ആവണം, UP-ൽ ജനിക്കണം എന്നുള്ളതായിരുന്നു. അത് ആ തരത്തിൽ ആ ഘട്ടത്തിലൊക്കെ അന്ന് UP-ക്കാരാണ് ഏറ്റവും കൂടുതൽ പേർ ഒരു സംസ്ഥാനം എന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ ആയിട്ടുള്ളത്. ജനസംഖ്യ 24 കോടിയാണ് UP-ലേത്. അത് നേരത്തെ 85 സീറ്റായിരുന്നു. ഉത്തരാഖണ്ഡ് വിട്ടുപോകുന്നതിന് മുമ്പ് 85 സീറ്റായിരുന്നു. അപ്പൊ UP-ലെ 80 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 62 സീറ്റുകളാണ് BJP-ക്ക് ലഭിച്ചത്. 10 സീറ്റ് BSP-ക്കും 5 സീറ്റ് SP-ക്കും ആയിരുന്നു. അന്നൊരു കാര്യം ആലോചിക്കണം. SP-BSP അലയൻസ് ആയിട്ടാണ് മത്സരിച്ചത്. ഒരു സീറ്റ് സോണിയാഗാന്ധിയുടെ കോൺഗ്രസിന് ലഭിച്ചു. കോൺഗ്രസ് മറ്റൊരു അലയൻസിലാണ് മത്സരിച്ചത്. ഇത്തവണ BJP-ക്ക് അനുകൂലമായ ഒരു ഘടകം ഒന്ന് അയോധ്യയാണ്. രണ്ടാമത്തെ അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് BSP-യും SP-യും ഒരുമിച്ചല്ല മത്സരിക്കുന്നത്. രണ്ടും രണ്ടായിട്ടാണ് മത്സരിക്കുന്നത്. അത് BJP-ക്ക് ഒരു പരിധി വരെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ കോൺഗ്രസും SP-യും ഒരുമിച്ച് മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ട് RLD അടക്കമുള്ള പാർട്ടികളും ഈ സഖ്യത്തിലേക്ക് വരാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും UP-യെ സംബന്ധിച്ച് BJP-ക്ക് ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും UP-ൽ ഒരു 10-18 മണ്ഡലത്തിലോളം മുസ്ലിം വോട്ടുകൾ ഏറ്റവും നിർണായകമാണ്. അതിൽ തന്നെ ഒരു 10-11 മണ്ഡലത്തിലോളം മുസ്ലിം വോട്ടുകൾ കൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിന്റെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ കഴിയുന്നിടത്തോളം പ്രാധാന്യമുണ്ട്. അവിടെ ഡയറക്റ്റ് ആയിട്ടാണ് ഫൈറ്റ് വരുന്നത്. അവിടെ പലപ്പോഴും ജയിക്കാൻ കഴിയാതെ പോകുന്നത് ഈ 4 പാർട്ടികളായൊക്കെ ഭിന്നിക്കുമ്പോഴാണ്. ഒരു സ്ഥലത്ത് SP നിൽക്കുന്നു, മറുഭാഗത്ത് BSP നിൽക്കുന്നു, ഒരു ഭാഗത്ത് കോൺഗ്രസ് നിൽക്കുന്നു, ഒരു ഭാഗത്ത് BJP നിൽക്കുന്നു. വോട്ട് 4ആയിട്ടൊക്കെ ഭിന്നിക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിലേക്കുള്ള ഭൂരിപക്ഷം ആരും ഉണ്ടോ എന്നുള്ളതല്ല. 4ആയിട്ട് വോട്ട് ഒരു 25 മുതൽ 28 അല്ലെങ്കിൽ 30% വരെ വോട്ട് നേടുന്ന ഒരു പാർട്ടിക്ക് തന്നെ വിജയിക്കാനൊക്കെ കഴിയുന്ന അവസ്ഥയുണ്ട്. ഈ 62-ൽ ചിലപ്പോൾ BJP-ക്ക് അത് 70 ചിലപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 75 ഏറ്റവും പരമാവധി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കഴിയുന്നത് 75 സീറ്റുകളാവും. എന്തായാലും 5 സീറ്റുകളെങ്കിലും നേടാൻ SP-ക്കായാലും ആ തരത്തിലേക്കുള്ള BSP-ക്കായാലും ഒക്കെ ഇപ്പോഴും ആ തരത്തിലേക്കുള്ള ശേഷിയൊക്കെ ഇപ്പോഴും അവർക്ക് ഉണ്ട്. അത്തരം വോട്ട് ബാങ്കുകളും ഒക്കെ ഉണ്ട്. അവിടെ പരമാവധി ലഭിക്കാൻ പോകുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഈ പറയുന്ന പോലെ 10-12 സീറ്റുകളാണ്. ഇനി 62-ൽ നിന്നും UP-ൽ ഈ അയോധ്യയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വർഗീയ ധ്രുവീകരണവും അല്ലെങ്കിൽ UP-ലൊക്കെ ഈ അയോധ്യക്കെതിരായ വികാരവും ശക്തമായിട്ട് മറ്റു നാടുകളെക്കാൾ ഏറെ വികാരം കൂടി ഉള്ള ഒരു നാട് കൂടിയാണ് UP. അതൊക്കെ ചിലപ്പോൾ തിരിച്ചു മറിച്ചു നോക്കാം. ഇനി ഏറ്റവും ശുഭപ്രതീക്ഷ വെച്ചാൽ പോലും BJP-യെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷ വെച്ചാൽ പോലും അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ഈ 10-15 സീറ്റുകൾ. 15 എന്നൊക്കെ ഏറ്റവും കൂടിയതായിരുന്നു. അതിലപ്പുറത്തേക്ക് ഒരു സീറ്റ് UP-ൽ നിന്ന് ലഭിക്കാനില്ല. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി ആ ഡേറ്റ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ 5 വലിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നതുകൂടിയാണ്. അതിൽ UP-യെ കുറിച്ചാണ് ഇപ്പോൾ കിരൺ ബാബു സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനിയുള്ളത് മഹാരാഷ്ട്ര, ബംഗാൾ, ബീഹാർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടുത്തെ പശ്ചാത്തലം നമുക്ക് പെട്ടെന്ന് എങ്ങനെ പറഞ്ഞു പോകാം? അഭിലാഷ്, അതിന് തൊട്ട് മുമ്പായിട്ട് BJP-ക്ക് ഈ 20-ലേറെ സീറ്റ് കിട്ടിയാൽ തൊട്ട് മുമ്പിലെ കാർഡ് കൂടി എന്ന് കാണിച്ചാൽ BJP-ക്ക് 20-ലേറെ സീറ്റുകൾ ലഭിച്ച സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് UP-യുടെ 62 ഒഴിച്ചു നിർത്തിയാൽ പിന്നീടുള്ള 5 സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്ന് 23, മധ്യപ്രദേശ് 28, കർണാടക 26, ഗുജറാത്ത് 26, രാജസ്ഥാൻ 24 എന്നിങ്ങനെയാണ്. അതിനുശേഷം വന്നാൽ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഹരിയാന ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആകെ 10 സംസ്ഥാനങ്ങളിൽ 10-ലേറെ സീറ്റ് ലഭിച്ച 10 അതിന് മുകളിലോ സീറ്റ് ലഭിച്ച സംസ്ഥാനങ്ങൾ 10 സംസ്ഥാനങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് പരിശോധിച്ചാൽ ഇതിനകത്ത് രണ്ടാമത്തത് വരുന്നത് ഈ UP കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളുണ്ട്. കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയിൽ BJP-യും ശിവസേനയും ഒരുമിച്ച് നിന്ന് മത്സരിച്ചാണ് മഹാരാഷ്ട്രയിൽ വലിയ വിജയം കഴിഞ്ഞ തവണ അവർക്ക് നേടാൻ കഴിഞ്ഞത്. അന്ന്
23 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. സ്വാഭാവികമായും BJP ആയിരുന്നു ആ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിന്നത്. അന്ന് ശിവസേന 23 സീറ്റുകൾ മത്സരിച്ച് 18 സീറ്റുകൾ ജയിച്ചു. ഇത്തവണയും മഹാരാഷ്ട്രയിൽ BJPക്കുള്ളത് ഒരു ഭാഗത്ത് ഏറ്റവും വലിയ പാർട്ടിയായ BJP, അതിനുശേഷം ശിവസേനയുടെ ഷിൻഡെ വിഭാഗം, NCPയുടെ അജിത് പവാർ വിഭാഗം. അപ്പോൾ ഈ 48 സീറ്റുകളിൽ 25 അല്ലെങ്കിൽ ഏറ്റവും കൂടുതലൊക്കെ മത്സരിച്ചാൽ 30 സീറ്റിനപ്പുറം മത്സരിക്കാൻ BJPക്ക് തന്നെ അവിടെ കഴിയില്ല. അപ്പോൾ BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ച 25 സീറ്റിൽ നിന്ന് ഇത്തവണ 30 സീറ്റാക്കി ഉയർത്തിയാൽ പോലും BJPക്ക് 23 ആ 30 സീറ്റിലും ജയിച്ചു എന്ന് കരുതുക. അങ്ങനെ ആയാൽ പോലും BJPക്ക് അവിടുന്ന് 7 സീറ്റുകളാണ് പരമാവധി അധികം ലഭിക്കാൻ പോകുന്നത്. ഈ 303 നിന്ന് 370 ആവണം എന്ന് ആലോചിക്കണം. അപ്പോൾ UPയിലെ 10-12 സീറ്റുകൾ 67ഓളം സീറ്റുകൾ അധികമായി ലഭിക്കണം. അത്രയും സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് ലഭിക്കാൻ വരുന്ന വലിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അവിടെ നിന്ന് ലഭിക്കാൻ കഴിയുന്നത് ഏറ്റവും പരമാവധി മത്സരിക്കാൻ പോകുന്ന 30 സീറ്റിലായിരിക്കും. ആ 30 ജയിച്ചാലും അവർക്ക് 7 സീറ്റുകളാണ് അധികം വരുന്നത്. മറ്റൊന്ന് ബംഗാളാണ്. ബംഗാളിൽ സാഹചര്യം വളരെ വ്യത്യസ്തമാണല്ലോ. മമത അവിടെ എല്ലാ തുരുപ്പുചീട്ടുകളും ഇറക്കുന്നുണ്ട്. കേന്ദ്രത്തിനെതിരെ നിരന്തര പോരാട്ടവുമാണ്. ബംഗാളെ സംബന്ധിച്ച് പൊതുവെ ബംഗാളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിശകലനം ചെയ്യുന്ന ആളുകളെല്ലാം പറയുന്നത് ബംഗാളിൽ കഴിഞ്ഞ തവണ BJPയുടെ ഏറ്റവും വലിയ പെർഫോമൻസ് ആയിരുന്നു. BJPയുടെ ഒരു BJP തന്നെ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തെ പെർഫോമൻസിലേക്കാണ് വന്നത്. അന്ന് 18 സീറ്റുകൾ BJPക്ക് നേടാനായി. പക്ഷേ അത് ഈ BJPയുടെ അപകടം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മമതയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇതാണ്. മമത അപകടം തിരിച്ചറിഞ്ഞ് കൃത്യമായി തന്നെ സ്റ്റാൻഡ് എടുക്കാനും അതനുസരിച്ച് തിരിയാനും ഒക്കെ ദീർഘകാലമായി ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്കൊരു നേതാവ് ആ തരത്തിലേക്ക് പാർട്ടി സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ മമതയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്നൊരു നേതാവിന്റെ ഒരു ആ തരത്തിൽ രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള ഒരു നേതാവാണ് മമത. മമതയ്ക്ക് മനസ്സിലായി ബംഗാളിനെ പോലൊരു നാട്ടിലേക്ക് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമൊക്കെ കടന്നു വരുന്ന അത്തരം ഒരു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്കൊക്കെ മാറാൻ സാധ്യതയുള്ള ആളുകളൊക്കെയാണ്. അതുകൊണ്ട് മമത അതുവരെയുള്ള വൈര്യം ഈ CPM-നോട് പോലും മാറ്റിവെക്കുന്നു, കോൺഗ്രസിനോടുള്ള വൈര്യം മാറ്റിവെക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് BJP ആണ് പ്രധാന ശത്രു എന്ന് കണ്ടുകൊണ്ട് BJPക്ക് ഒപ്പം ചേർന്ന് ഭരിച്ച ആളാണ് മമതയെന്ന് ആലോചിക്കണം. അന്ന് CPM മുഖ്യ ശത്രുവായി നിന്ന കാലത്തിലാണ്. ഇപ്പോൾ മമതയ്ക്ക് അറിയാം മമതയ്ക്ക് അവിടെ അധികാരം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ഉണ്ടാക്കാൻ പോകുന്നത് CPM-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ അല്ല, അത് BJP-യിൽ നിന്നാണ്. അവിടെയാണ് മമത അതിനുശേഷം നടന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും മമത വളരെ ക്ലീൻ സ്വീപ്പ് എന്ന് പറയാവുന്ന ഒരു വലിയ വിക്ടറിയിലേക്ക് മമതാ ബാനർജി മാറുകയും മമതാ ബാനർജി BJP വിരുദ്ധ ചേരിയുടെ ചാമ്പ്യനായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ മമതയ്ക്ക് ഇപ്പോൾ ഈ നമ്മൾ സ്വാഭാവികമായി കരുതും കോൺഗ്രസും CPM-ഉം ഒക്കെ കൂടെ വരാത്തതിൽ മമതയ്ക്ക് വിഷമം കാണുമെന്ന്. പക്ഷേ അത് മറ്റൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ബംഗാളിലെ ഒരു വോട്ടിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ മമതയെ അനുകൂലിക്കുന്നവർ മമതയെ എതിർക്കുന്നവർ എന്നുള്ളതുകൊണ്ട് ഒരു ആന്റി മമത ഫാക്ടർ അവിടെ അതിശക്തമായി തന്നെയുണ്ട്. ഈ ആന്റി മമത ഫാക്ടർ BJP ഒരു ഭാഗത്ത് നിൽക്കുകയും ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസും അത് CPM-ഓ അല്ലെങ്കിൽ ഇടതു പാർട്ടികളാകുകയും ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ആന്റി മമത വോട്ടെല്ലാം BJP-യിലേക്ക് പോകും. അത് മമതയെ സംബന്ധിച്ച് ഒരു തരത്തിലും ഗുണപ്പെടുന്ന ഒന്നല്ല. അതിനേക്കാൾ മമതയ്ക്ക് ആന്റി മമത വോട്ടുകൾ CPM-ലേക്കും കോൺഗ്രസിലേക്കും BJP-യിലേക്കും ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും മമതയ്ക്ക് അത് രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. അവിടുത്തെ കഴിഞ്ഞ തവണത്തെ 18 സീറ്റുകൾ എന്തായാലും നിലവിലെ അവസ്ഥയിൽ ഇനി 2 മാസം കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിലവിലെ അവസ്ഥയിൽ നിലനിർത്തുക തന്നെ BJPക്ക് പ്രയാസമാണ്. അതിൽ ഗണ്യമായ കുറവുണ്ടാവാതെ നിലനിർത്തുകയാണ് BJPയെ സംബന്ധിച്ച് ബംഗാളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ബീഹാറിനെ കുറിച്ച് ഏതാണ്ട് ഒരു ചിത്രം പറഞ്ഞു പോയതാണ്. നിലവിൽ ഏറ്റവും വലിയ ഘടകകക്ഷി എന്ന് പറയുന്നത് JDU ആണ്. അവിടെ 17 സീറ്റുകളിലായിരുന്നു ബീഹാറിൽ BJP വിജയിക്കുകയും ചെയ്തത്. ബീഹാറിന്റെ അവസ്ഥയും അത് തന്നെയാണ്. ബീഹാറിൽ തൽക്കാലം എന്തായാലും JDU മടങ്ങി വന്നത് BJPക്ക് നേട്ടമാണ്. അവിടെയും BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഈ 17 എന്ന് പറഞ്ഞാൽ BJPക്ക് മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകൾ ചിലപ്പോൾ 20 ആക്കാൻ കഴിഞ്ഞേക്കും. അതിനപ്പുറത്തേക്ക് ഒരു സീറ്റിലേക്കൊക്കെ മത്സരിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ പ്രയാസമാണ്. എന്തായാലും JDU ഇപ്പോൾ സഖ്യകക്ഷിയായി തിരികെ എത്തിയപ്പോൾ ചിലപ്പോൾ JDU ചില വിട്ടുവീഴ്ച കഴിഞ്ഞ പ്രാവശ്യം 17 എന്നുള്ളത് ചിലപ്പോൾ JDU കുറച്ച് സീറ്റുകൾ കൂടി 2-3 സീറ്റുകൾ കൂടി ചിലപ്പോൾ BJPക്ക് നൽകിയേക്കാം. അപ്പോൾ 20 അല്ലെങ്കിൽ പോട്ടെ ഇനി വലിയൊരു നമുക്കൊരു അത്ഭുതം പോലെ പ്രതീക്ഷിക്കാവുന്ന 25 സീറ്റുകൾ അതിനപ്പുറത്തേക്ക് BJPക്ക് മത്സരിക്കാൻ തന്നെ കഴിയില്ല. അങ്ങനെ മത്സരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഈ 17 എന്ന് പറയുന്നത് ഇനി പരമാവധി പോകാവുന്ന നമ്മൾ കണക്കൂട്ടുന്നതിലൊരു കോമൺ ലോജിക്കിന് അപ്പുറത്തെ ഒരു കണക്കാണ് 25 എന്നൊക്കെ പറയുന്നത്. ആ 25ലേക്ക് BJP എത്തിയാൽ പോലും BJPക്ക് ആ 25 ജയിച്ചാൽ പോലും BJPക്ക് അവിടുന്ന് ലഭിക്കാൻ പോകുന്ന ഈ പറയുന്ന 7-8 സീറ്റുകളല്ലാതെ അതിനപ്പുറത്തേക്ക് സീറ്റുകൾ ജയിക്കാൻ BJPക്ക് ബീഹാറിൽ നിന്നും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. മറ്റൊന്ന് തമിഴ്നാടാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ BJP വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അണ്ണാമലയെ പോലെയുള്ള നേതാവ് വലിയ ക്രൗഡ് പുള്ളറൊക്കെയാണ് എങ്കിൽ പോലും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് കടന്നു കയറുക, അങ്ങനെ അക്കൗണ്ട് വീണ്ടും ഈ 39 സീറ്റുകളിൽ ഇപ്പോൾ ഒരിടത്തുമില്ല എന്നുള്ളത് മാറി സാഹചര്യം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കിരൺ?
പ്രത്യേകിച്ച് ഈ ദക്ഷിണേന്ത്യ ആകെ എടുത്താൽ 130 സീറ്റുകളിൽ ആകെ 30 സീറ്റുകൾ മാത്രമാണ് BJP ഉള്ളത്. അത് തന്നെ കഴിഞ്ഞ തവണ 26 സീറ്റുകൾ ലഭിച്ചത് കർണാടകയുടെ ഒരു ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. തമിഴ്നാടിനെയൊക്കെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് അവിടെ 1-2 സീറ്റ് അവരുടെ BJPയുടെ വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും, അല്ലെങ്കിൽ ഒരു 5 സീറ്റ് എന്നൊക്കെ ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പോലും. അതുപോലും എത്രത്തോളം നടക്കും എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവിടെ പിന്നെ 0 എന്നുള്ള നിലയിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 1-2 സീറ്റുകളിലൊക്കെ ജയിക്കാൻ കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ എങ്ങനെ കണക്കൂട്ടിയാലും ഈ 4-5 സീറ്റിനപ്പുറത്തേക്ക് ഒരു വലിയൊരു മാർജിൻ ഒന്നും ഉണ്ടാക്കി ജയിക്കാനുള്ള സാധ്യത എന്തായാലും നിലവിലെ രാഷ്ട്രീയ അവസ്ഥയിൽ ഇവിടെ തമിഴ്നാട്ടിലില്ല. ഇനി തമിഴ്നാട്ടിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ വന്ന് ഇലക്ഷനിലേക്ക് വരികയും അല്ല അങ്ങനെയൊക്കെ വന്ന സാഹചര്യം വന്നാൽ ചിലപ്പോൾ ദ്രാവിഡ വോട്ടുകളൊക്കെ ഭിന്നിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായും. എന്നാലും ഇപ്പോഴും ADMKക്ക് ആ തരത്തിലേക്കുള്ള ശക്തിയൊന്നുമില്ല. OPS വിഭാഗം മാത്രമാണ് ഇപ്പോൾ BJPക്കൊപ്പം ഉള്ളത്. അവർ മുന്നണി തന്നെ വിട്ടുപോവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇനി ADMK മടക്കി കൊണ്ടുവരാൻ പോലും എത്രത്തോളം നടക്കുമെന്നുള്ള അത് തന്നെ പല കഷ്ണങ്ങളായി നിൽക്കുകയാണ്. മടക്കി കൊണ്ടുവന്നാൽ തന്നെ എത്രത്തോളം വിജയം ഉണ്ടാവും എന്നുള്ളൊക്കെ അവസ്ഥയുണ്ട്. സ്വാഭാവികമായും അവിടെ സ്റ്റാലിനെ സംബന്ധിച്ചും DMK സംബന്ധിച്ചും ഒരു വലിയ അവരുടെ സഖ്യം കൂടി പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഇടതു പാർട്ടികളെ ആയാലും ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും ഇവരെല്ലാം ചേരുന്ന സ്റ്റാലിൻ എല്ലാവരെയും കൂടി കൂട്ടി യോജിപ്പിച്ച് നിർത്തുക എന്നുള്ള, അല്ലാതെ ഒറ്റയ്ക്ക് തനിപ്പിടിക്കപ്പുറത്തേക്ക് അത്തരം ഒരു ഐക്യത്തിന്റെ അന്തരീക്ഷം കൂടി സ്റ്റാലിൻ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു വലിയ പ്രതീക്ഷയ്ക്കും BJPക്ക് വകയുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ 5 സംസ്ഥാനങ്ങളിലെ BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇനിയുള്ള പ്രതീക്ഷയാണ് നമ്മൾ പങ്കുവച്ചതായി. ഇനി പരിശോധിക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടിയ, ഏതാണ്ട് സമ്പൂർണ്ണ വിജയം എന്ന് തന്നെ അവകാശപ്പെടാവുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അത് മധ്യപ്രദേശും കർണാടകവും ഗുജറാത്തും രാജസ്ഥാനുമാണ്. ആ സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റം ആണ് പ്രതീക്ഷിക്കേണ്ടത്? മാത്രമല്ല, ഈ മാറ്റം ഉണ്ടായാൽ പോലും എത്ര കൂടുതൽ നേടാൻ പറ്റും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത്. കിരൺ, അഭിലാഷ്, എനിക്ക് തോന്നുന്നു അതിന്റെ അടുത്ത കാർഡ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എണ്ണം പ്രധാനം തന്നെയാണ്. അത് ഛത്തീസ്ഗഡ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്. നമുക്ക് വീഡിയോകളിലേക്ക് വളരെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡ്, ഹരിയാന, ഡൽഹി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും BJP തൂത്തുവാരിയ സംസ്ഥാനങ്ങളാണ്. അതായത് ഈ 2 പ്രകടനങ്ങളും ഇപ്പോഴത്തെ ഈ നിലയിൽ 303 എന്ന നേട്ടം 2019 തെരഞ്ഞെടുപ്പിൽ നേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായി മാറിയിരുന്നു. അഭിലാഷ്, നമുക്ക് തുടക്കത്തിൽ തന്നെ സംസ്ഥാനത്ത് നിന്ന് മധ്യപ്രദേശിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങാം. BJP ഇങ്ങനെ 303 എന്നുള്ളതൊക്കെ മാറി, അല്ലെങ്കിൽ അത് 370 എന്നൊക്കെ പറയുമ്പോൾ BJPക്ക് അധികം സീറ്റുകൾ ഇത്തവണ ലഭിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഈ സംസ്ഥാനങ്ങളെല്ലാം ഈ പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു, അതിനുശേഷം BJPക്ക് ഒരു വലിയ വിജയമുണ്ടായ സംസ്ഥാനങ്ങൾ. അപ്പം മധ്യപ്രദേശ് 29-28 സീറ്റും കഴിഞ്ഞ തവണ നേടിയാണ്. ഒറ്റ സീറ്റ് കമൽനാഥിന്റെ അവിടെ മാത്രമാണ്, ചിന്തുവാട മാത്രമാണ് കോൺഗ്രസ് ലഭിച്ചത്. കർണാടകയിൽ 25 BJP സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അടക്കം അത് BJPയുടെ തന്നെ ആയിട്ട് കണക്കൂട്ടിയാൽ 26 സീറ്റ് ലഭിച്ചതാണ്. അവിടെയും കാര്യമായി കൂടാൻ, ഇനി കൂടിയാൽ 2 സീറ്റാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോയാലും 2 സീറ്റാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? വിലയിരുത്താൻ പറ്റില്ല, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. ഈ BJP അവകാശവാദം പറയുമ്പോൾ അവരുടെ അവകാശവാദം പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾ എന്ന ഒരാളിന് ചിന്തിച്ചാൽ പോലും അവർക്ക് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകളാണ് പറയുന്നത്. 29 നിന്ന് മധ്യപ്രദേശിൽ ഇനി അതിനേക്കാൾ വലിയ പെർഫോമൻസ് വന്നാൽ ഒരു സീറ്റ് ആദ്യം കിട്ടാനുള്ളത്, ഒറ്റ സീറ്റ്. കർണാടകയുടെ അവസ്ഥ വന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം കൊണ്ടൊക്കെ തൂത്തുവാരാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകാം BJP. എങ്ങനെയായാലും അങ്ങനെ ഒരു തൂത്തുവാരൽ ഉണ്ടായാൽ പോലും ഞാൻ പറഞ്ഞ സാധ്യത എന്തായാലും നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്ക് കർണാടകയിൽ എന്തായാലും ഇത്തവണ BJPയും കോൺഗ്രസും തമ്മിൽ കടുത്ത മത്സരം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ മധ്യപ്രദേശാണ് പറഞ്ഞത്. മധ്യപ്രദേശിലായാൽ പോലും രണ്ടുപേരും നമ്മുടെ വ്യത്യാസം, വോട്ടിംഗിന്റെ പാറ്റേണിലെ വ്യത്യാസം വളരെ ചെറിയ വ്യത്യാസം മാത്രമാണ്. കർണാടകയിൽ എന്തായാലും അങ്ങനെ തൂത്തുവാരാമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അവിടെ വിജയകുമാർ, DK ഒക്കെ, ശിവകുമാറൊക്കെ വളരെ സ്ട്രോങ് ആയി രാഷ്ട്രീയത്തെ കുറിച്ച് നന്നായി അറിയാവുന്ന ഈ കർണാടക പിടിച്ചത് തന്നെ അങ്ങനെയാണല്ലോ. അത് ഞാനത് 2 തരത്തിലാണ് പറഞ്ഞത്. ഒന്ന്, നമ്മളൊരു സ്വതന്ത്ര അനലിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ കർണാടകയിൽ കടുത്ത മത്സരത്തിലേക്ക് തന്നെയാണ് പോകാൻ സാധ്യത. BJPക്ക് ഒരു ചെറിയ എഡ്ജ് ഉള്ളത് BJP ലോക്സഭയിലേക്ക് വരുമ്പോൾ BJPക്ക് എപ്പോഴും കിട്ടുന്ന ഒരു എഡ്ജ് മാത്രമാണ്. പക്ഷേ എന്തായാലും കോൺഗ്രസ് അവിടെ ഒരു നല്ല പോരാട്ടം, ഇനി കോൺഗ്രസിന് അവിടെ ഭൂരിപക്ഷം സീറ്റുകൾ കിട്ടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും അത്തരം പോരാട്ടമൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ BJPയുടെ ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ BJP പറയുന്നത് ഞങ്ങൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 26 സീറ്റുകൾ അവർക്ക് ലഭിച്ചു. ഇനി അവർക്ക് ആകെ 28 സീറ്റാണ് അവിടെ ഉള്ളത്. ഈ 3 സീറ്റുകൾ ഇപ്പോൾ തന്നെ JDSന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് അധികമായി കിട്ടാനുള്ള കേവലം 2 സീറ്റ് മാത്രമാണ്. അപ്പോൾ ഈ എണ്ണം കൂടണമെങ്കിൽ എവിടെന്നെങ്കിലും കൂടണമല്ലോ. അത് കർണാടകയിൽ നിന്നും കൂടാനില്ല. കർണാടക കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എടുക്കാവുന്ന ഗുജറാത്താണ്. ഗുജറാത്തിൽ 26 സീറ്റിലും ജയിച്ചത്
BJP ആണ്. അതെ, അവിടെ ഇനി ഇതിനേക്കാൾ അപ്പുറത്തെ പെർഫോമൻസ് BJP. മോദിയുടെ ഗുജറാത്ത് തൂത്തുവാരിയാലും ഇനി ഇത്തവണ ആ തരത്തിലേക്ക് തൂത്തുവാരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വേറെ. ഇനി തൂത്തുവാരാം എന്ന ഒരു വാദത്തിന് അംഗീകരിച്ചാൽ പോലും അവിടെ നിന്നും ഒരു സീറ്റ് പോലും അധികം ലഭിക്കാനില്ല. മറ്റൊന്ന് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ 25-25 കിട്ടിയിരുന്നു. ഒരു സീറ്റ് ഘടകകക്ഷിക്കാണ് ലഭിച്ചത്. അവിടെ നിന്നും 24 സീറ്റാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. ഇനി ഘടകകക്ഷിയുടെ സീറ്റ് എടുത്ത് BJP തന്നെ എടുത്തു കഴിഞ്ഞാൽ BJPക്ക് രാജസ്ഥാനിൽ നിന്ന് കിട്ടാനുള്ളത് ഒറ്റ സീറ്റ് മാത്രമാണ്. ഈ പ്രധാനപ്പെട്ട BJP കഴിഞ്ഞ തവണ സമ്പൂർണ്ണ വിജയം നേടിയ 4 സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, ഗുജറാത്ത് ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ, ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തവണ അവരെ ഏറ്റവും 100% വിജയിച്ചാലും ഇവർക്ക് 3 സീറ്റ് അല്ലെങ്കിൽ 4 സീറ്റ്, അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും ലഭിക്കാനില്ല. അതിനപ്പുറത്തേക്ക് അവിടെ ജയിക്കുകയോ ഇല്ലയോ എന്നുള്ള വേറെ ചോദ്യം. അവിടെ കർണാടകയൊക്കെ കഴിഞ്ഞ തവണത്തെ പോലെ അനായാസമായ ജയം സാധ്യമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഇനി അവർ അങ്ങനെ ജയിക്കും എന്ന് അവർ ചിന്തിച്ചാൽ പോലും കിട്ടാൻ കഴിയുന്നത് ഈ 4 സീറ്റിനപ്പുറത്തേക്ക് അവിടുന്ന് ടാലി ഉയരാൻ പോകുന്നില്ല മറ്റ് സംസ്ഥാനങ്ങൾ. അതെ, ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ സംസ്ഥാനങ്ങളാണ് പരിശോധിക്കേണ്ടത്. അപ്പോഴും ആ സംസ്ഥാനങ്ങളിലും കിരൺ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പ്രകടനം, ഏതാണ്ട് പൂർണ്ണമായും സീറ്റുകൾ എന്നതാണ് നമുക്ക് ഡേറ്റകളിൽ വ്യക്തമാകുന്നത്. അവിടെയും അത് തന്നെയാണ് അഭിലാഷ് അവസ്ഥ. ഛത്തീസ്ഗഡ് എടുത്തു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണ 11-9 സീറ്റ് ലഭിച്ചത് BJPക്കാണ്. ഛത്തീസ്ഗഡിലും ഇപ്പൊ തവണ ഭരണം നഷ്ടപ്പെട്ടെങ്കിൽ പോലും കോൺഗ്രസ് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലൊന്നുമില്ല. ഈ മധ്യപ്രദേശ് എടുത്താലും രാജസ്ഥാൻ എടുത്താലും ഛത്തീസ്ഗഡ് എടുത്താലും വോട്ടിംഗ് ശതമാനത്തിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ അങ്ങനെ കാര്യമായ ഒരു 2-3% ചെറിയ ഡിഫറൻസ്. ആ 2-3% എപ്പോഴും മാറി മറിയാൻ കഴിയുന്ന ഒരു ഡിഫറൻസ്, അപ്പുറത്തേക്കുള്ള ഡിഫറൻസ് ഒന്നുമില്ല. കോൺഗ്രസിനും പ്രതീക്ഷ കൈവിടേണ്ട ഒരു ഘട്ടത്തിലുമല്ല. കോൺഗ്രസിന് വേണമെങ്കിൽ പകുതി സീറ്റ് പിടിക്കാനോ അല്ലെങ്കിൽ അതിലേറെ സീറ്റ് പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. തെരഞ്ഞെടുപ്പാണ്, അത് എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസ് നിയമസഭയിൽ ജയിക്കുമ്പോഴും ലോക്സഭയിൽ BJP തൂത്തുവാരിയ അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തമ്മിൽ എല്ലാ തവണയും ആ മട്ടിൽ തന്നെ വരണം എന്നൊന്നുമില്ല, മറിച്ചും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ 11-9 കഴിഞ്ഞ തവണ ലഭിച്ചു. ആ 11 ഇനി BJP വൈൽഡ് ഗസ് എന്ന രീതിയിൽ BJPക്ക് 11 ലഭിക്കുമെന്ന് കരുതുക. അങ്ങനെയാലും അവിടെ ലഭിക്കാനുള്ളത് 2 സീറ്റുകൾ മാത്രമാണ്. മറ്റൊന്ന് ഹരിയാനയിൽ കഴിഞ്ഞ തവണ 10 സീറ്റും BJPക്കാണ് ലഭിച്ചത്. 10 സീറ്റും ലഭിച്ച ഒരു മണ്ഡലത്തിൽ, ഒരു സംസ്ഥാനത്ത് നിന്ന് BJPക്ക് ഒന്നും അധികം നേടാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റേത് അടുത്തത് എടുത്തു കഴിഞ്ഞാൽ ഡൽഹിയാണ്. ഡൽഹിയിൽ 7 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAP തൂത്തുവാരും, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP. AAP കഴിഞ്ഞ മുമ്പ് തവണ 70-ൽ 67 സീറ്റ് ലഭിച്ചു. കഴിഞ്ഞ തവണ 63 സീറ്റ് ലഭിച്ചു. പക്ഷെ ആ 2 തവണയും അവിടെ കോൺഗ്രസ്, അവിടെ BJPക്കാണ് ലോക്സഭയിലേക്ക്. പക്ഷെ ഇത്തവണ ഒരു വ്യത്യാസം വരുന്നത്, ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ കോൺഗ്രസും ഈ ആം ആദ്മി പാർട്ടിയും ഒരുമിച്ചാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവരുടെ രണ്ടുപേരുടെ ഒരു സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കെജ്രിവാളിനെതിരെ ഇന്ത്യ സഖ്യം പ്രാക്ടിക്കലായാൽ കെജ്രിവാളിനെതിരെ, അവിടെ പഞ്ചാബിൽ അങ്ങനെ ഒരു സഖ്യത്തിനില്ല എന്ന് AAP പറഞ്ഞിട്ടുണ്ട്, ഡൽഹിയിൽ അറിയില്ല. അതിനകത്ത് അഭിലാഷ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിൽ മുഖ്യ എതിരാളി BJP അല്ല. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യ എതിരാളി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഭരിച്ചെടുത്ത് കോൺഗ്രസിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി അവിടെ പിടിച്ചെടുത്തത്. അവിടെ ഇനി ഏത് സഖ്യം എന്ന് പറഞ്ഞാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചാലും കോൺഗ്രസിനെ സംബന്ധിച്ചാലും യോജിച്ച് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ 2 പാർട്ടികളെ സംബന്ധിച്ച് 2 ആത്മഹത്യാപരമായ തീരുമാനമാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ CPM-ഉം കോൺഗ്രസും യോജിച്ച് മത്സരിച്ചാൽ അതിന്റെ ഗുണമുണ്ടാകുന്ന സ്വാഭാവികമായും BJPക്ക് ആയിരിക്കുമല്ലോ. അവിടെ BJP അങ്ങനെ ഭരണം പിടിക്കുന്ന അവസ്ഥയൊന്നും പഞ്ചാബിൽ എന്തായാലും ഇല്ല. പഞ്ചാബിൽ BJP അങ്ങനെ ഒരു ഭൂരിപക്ഷം നേടുന്ന ഒരു അവസ്ഥയൊന്നും പഞ്ചാബിലില്ല. പഞ്ചാബിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ദീർഘകാല അലയായിരുന്ന ശിരോമണി അകാലിദൾ ഇപ്പോൾ അവരുടെ ഒപ്പമില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരുമിച്ച് മത്സരിക്കേണ്ട സാഹചര്യം ഈ 2 പാർട്ടികൾക്കുമില്ല. പക്ഷേ ഡൽഹിയിൽ അങ്ങനെയല്ല. ഡൽഹിയിലെ സാഹചര്യത്തിൽ ഡൽഹിയിൽ കോൺഗ്രസ് അല്ല ആം ആദ്മി പാർട്ടിയുടെ മുഖ്യ എതിരാളി BJP ആണ്. അത് നിയമസഭയിലായാലും ലോക്സഭയിലായാലും അവിടെ കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി യോജിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനായാലും 4-3 എന്ന പാറ്റേണിൽ വീതിച്ചു പോകാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാനില്ല. 4-3 അല്ലെന്ന് കരുതിക്കോ. ഇനിയിപ്പോൾ ഇനി 5-2 കരുതിക്കോ. അങ്ങനെയല്ല, ആണെങ്കിൽ പോലും ഇനി 5-2 6-1 നമ്മളിതെല്ലാം ഏറ്റവും അങ്ങേയറ്റത്ത് വെച്ച് കണക്കൂട്ടിയാൽ പോലും അങ്ങനെ ആയാൽ പോലും ഈ 2 പാർട്ടികൾക്ക് നേട്ടമല്ലാതെ അതിൽ നിന്ന് കോട്ടമുണ്ടാവാനില്ല. അപ്പോൾ